ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം കൊടുത്ത് ഒരു ദിവസം കൂടെ ദൈവമായ കർത്താവ് നമ്മെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുകയാണ്. നല്ല ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന എത്രയോ കുടുംബങ്ങള്, തകർക്കപ്പെട്ട എത്രയോ വ്യക്തി ജീവിതങ്ങൾ ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. മറ്റുമില്ലാത്ത വിശ്വസിച്ചാല് മഹത്വം ദർശിക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ വചനം 80-ാം സങ്കീർത്തനം 7-ാം വാക്യം പറയുന്നുണ്ട്, ദൈവമായി ഞങ്ങളെ അവിടുന്ന് പുനരുദ്ധരിക്കണമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. നമ്മളെ രക്ഷിക്കുവാൻ തകർന്ന മൺകുടമായിരിക്കാം നമ്മുടെ ജീവിതം. ആ മൺകുടത്തെ പുനരുദ്ധരിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം, ആ ദൈവത്തിന്റെ ശക്തമായിട്ടുള്ള കരത്തിൽ നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. കഴിഞ്ഞത് എന്തുമാകട്ടെ, പക്ഷെ വരാനിരിക്കുന്ന തലമുറ, ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കള് ദൈവത്തെ അറിയുകയും ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് അനുഗ്രഹത്തിന്റെ വാതില് തുറന്നു കൊടുക്കുകയും ചെയ്യുമെന്ന് മറ്റുമില്ലാത്ത വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവെ അങ്ങ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങള്, അവിടുത്തെ ശക്തിപ്രാപവും അത്ഭുത കൃത്യങ്ങള് വരും തലമുറ അറിയുവാന് അടിയങ്ങളുടെ ജീവിതത്തെ അവിടുത്തെ എടുത്ത് ഉപയോഗിക്കണമെന്ന് നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം അവിടുത്തെ ആശ്രയിക്കുന്നവരെ, അവിടുത്തെ പ്രവൃത്തികളെ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിക്കുന്നവരെ അവിടുന്ന് ഒരിക്കലും തള്ളിക്കളയുകയില്ല. നമുക്ക് വിശ്വസിക്കണം, നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മൾ തകർന്നു പോയ ഒരു മൺകുടമാണോ, അല്ലെങ്കിൽ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണോ? ഈ തകർച്ചയിലേക്ക് കൊണ്ടുപോയ സാഹചര്യങ്ങളെ പുനരുദ്ധരിക്കുവാൻ, സഹായിക്കുവാൻ, രക്ഷിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം. ആ ദൈവമായ കർത്താവ് പറയുന്നുണ്ട് 77-ാം സങ്കീർത്തനം, കൃപ കാണിക്കാൻ നിന്റെ ദൈവമായ കർത്താവ് മറന്നു പോയിട്ടില്ല. അവിടുന്ന് കോപത്താൽ തന്റെ കരുണയുടെ വാതിൽ നമുക്ക് മുമ്പിൽ അടച്ചു കളഞ്ഞിട്ടില്ല. വിശ്വസിക്കാം, അത്യുന്നതന്റെ ശക്തി നമ്മുടെ കുടുംബത്തില്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടെ ഉണ്ടാകുമെന്ന്. കാരണം കർത്താവിന്റെ പ്രവൃത്തികൾ ഓർമ്മിപ്പിക്കുന്നവനെ, കർത്താവൻ ചെയ്ത അത്ഭുതങ്ങൾ അനുസ്മരിപ്പിക്കുന്നതിനെ ഒരിക്കലും കൈവിടുകില്ലാത്ത ദൈവമായ കർത്താവ്, ആ ദൈവത്തിന്റെ കൈകളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മെ സഹായിക്കുന്ന അവിടുത്തെ കരം, ദൈവത്തിന്റെ വഴി സമുദ്രത്തിലൂടെയാണ്, അവിടുത്തെ പാത പെരുവെള്ളത്തിലൂടെയാണ്. ആ പാത നമുക്ക് മുന്നിൽ അജ്ഞാതമായ വഴികൾ തുറക്കുന്നവരാണ്. നമുക്ക് വിശ്വസിക്കാം, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക്, സിബിതാവിന്റെ കരങ്ങളിലേക്ക്, തൃത്യ കൂട്ടായ്മയിലേക്ക് വചനത്തിന്റെ കൊട്ട കിട്ടി കടന്നു ചെല്ലാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിലേക്ക് യേശുവിന്റെ നാമം കടന്നു ചെന്ന് കർത്താവെ അത്ഭുതങ്ങൾ കാണുവാൻ, അടയാളങ്ങൾ കേൾക്കുവാൻ, അടിയങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ദിവസം ദൈവമായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യും.